Hi friends, welcome back to another episode of KENZA. My name is Russell Farhan. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചൈനീസ് ഭാഷ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. ചൈനീസ് മാത്രമല്ല ലോകത്തുള്ള വിവിധ തരം ഭാഷകൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. എന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ വരികയുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമുക്ക് എനേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ചൈനീസ് എന്നല്ല ലോകത്തുള്ള നാനാതരം ഭാഷകൾ നമുക്ക് പഠിക്കാം ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസം മാത്രമേ നമുക്ക് ഫ്രീ ട്രയലുള്ളൂ. 7 ദിവസം നമുക്ക് സൗജന്യമായി കൊണ്ട് പഠിക്കാം. പിന്നീട് അങ്ങോട്ട് ചെറിയ ചെറിയ എമൗണ്ടുകൾ നമുക്ക് അവർക്ക് നൽകേണ്ടി വരും. ഗൂഗിൾ പേയും മറ്റൊക്കെ ഇതാക്കിക്കൊണ്ട് അവർക്ക് നൽകാൻ സാധിക്കും. അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ 7 ദിവസത്തിന് ശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കത് ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ അതിൻ്റെ സ്ക്രീൻ ആ സൈഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ അക്കൗണ്ടുകൾ ചോദിക്കും. ഏതെങ്കിലും ഒരു അക്കൗണ്ട് വെച്ചിട്ട് നമ്മളിതിൽ ലോഗിൻ ചെയ്യണം. അതായത് ഗൂഗിൾ, ഫേസ്ബുക്ക്, ഇമെയിൽ ID എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് നമ്മളിത് ലോഗിൻ ചെയ്യണം. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒരു അക്കൗണ്ട്, എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് എടുത്തതിന് ശേഷം എൻ്റെ കുറച്ച് അക്കൗണ്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ ഈ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യണം. ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളോട് ചോദിക്കുന്നുണ്ട് ഏത് ഭാഷയാണ് പഠിക്കേണ്ടത്. ഇവിടെ നമുക്ക് കുറേ ഭാഷകൾ കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ഭാഷ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ചൈനീസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ചൈനീസ് ഭാഷയോട് എന്തോ ഒരു കമ്പമാണ്. അവർ പറയുന്ന ഒരു ശൈലി കേട്ടിട്ടാണോ എന്നറിയില്ല. അപ്പോൾ അത് നമുക്കങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. അതിനൊരു ചൈനീസ് സെലക്ട് ചെയ്തു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ഒരു ഭാഷ പഠിക്കുന്നത്. കരിയറാണോ അതല്ല ഇനി പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയാണോ. അപ്പോൾ ഞാനിവിടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമുക്ക് ഓരോ വേർഡുകൾ ആദ്യം ചെറുതായിക്കൊണ്ട് ഫുഡിൻ്റെ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് തരിക. അപ്പോൾ നമുക്ക് അതിൽ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വളരെ നല്ല രീതിക്ക് തന്നെ പഠിക്കാൻ സാധിക്കുന്നതാണ്. 7 ദിവസം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, 7 ദിവസം മാത്രമേ ഫ്രീ ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ള ഓഫർ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവർക്ക് പേയ്മെൻറ്റ് നൽകിക്കൊണ്ട് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ 7 ദിവസം കഴിവിൻ്റെ പരമാവധി നിങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ 7 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്കത് കംഫർട്ടായി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം പേയ്മെൻറ്റ് നൽകിക്കൊണ്ട് ബാക്കിയുള്ള ലാംഗ്വേജുകളും മറ്റും അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റൊരു വീഡിയോ കൊണ്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.